എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഈ വീഡിയോയിൽ OET Listening Part B ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. OET Part Bയിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള 6 ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് എക്സ്ട്രാക്ട്സ് ആണുള്ളത്. ഓരോ എക്സ്ട്രാക്റ്റിൽ നിന്നും 3 ഓപ്ഷൻസ് വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ എക്സ്ട്രാക്റ്റ് ശ്രദ്ധയോടെ കേട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് OET എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ട് കോൺടാക്ട് സെൻറ്റൻസ് ആണ്. കോൺടാക്ട് സെൻറ്റൻസ് ഓരോ എക്സ്ട്രാക്റ്റിൻ്റെയും സിനോറിയോ പറഞ്ഞു തരുന്നു. അതിലൂടെ ആരാണ് സംസാരിക്കുന്നതെന്നും ഏത് സെറ്റിങ്ങിൽ ആരോടാണ് സംസാരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് ആണ്. ഇത് ഒന്നുകിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ABC എന്ന ഓർഡറിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊന്നെങ്കിൽ 2-3 വാക്കുകളുള്ള ഒരു ചെറിയ ഫ്രേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു സെൻറ്റൻസോ അല്ലെങ്കിൽ വലിയൊരു ഫ്രേസോ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ കാണാം. ഇനി പാർട്ട് B ക്വസ്റ്റ്യൻസ് ഒരു 4 സ്റ്റെപ്പ് സ്ട്രാറ്റജിയിലൂടെ വളരെ സിമ്പിളായി എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രിപ്പറേഷൻ ടൈമിൽ കോൺടാക്ട് സെൻറ്റൻസ് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ആരാണ് സംസാരിക്കുന്നതെന്നും ഏത് സെറ്റിങ്ങിൽ ആരോടാണ് സംസാരിക്കുന്നതെന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിച്ച് എന്ത് പീസ് ഓഫ് ഇൻഫോർമേഷനാണ് നമ്മൾ ഓഡിയോയിൽ നിന്നും കേൾക്കേണ്ടതെന്നും കണ്ടെത്തി വെക്കുക. നമ്മൾ ഓപ്ഷൻസ് വേഗം ഒന്ന് സ്കിം ചെയ്യുക. യാതൊരു രീതിയിലും കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് മെമ്മറൈസ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം അത് നമ്മളെ ഓഡിയോയിൽ നിന്നും ക്വസ്റ്റ്യനിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യും. നാലാമതായി ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഫുൾ ഫോക്കസ് ഓഡിയോയിൽ തന്നെ കൊടുത്ത് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഓഡിയോയിൽ തന്നെ എടുക്കുക. അങ്ങനെ കണ്ടെത്തിയ ഉത്തരത്തിൻ്റെ ഒരു പാരഫ്രൈസ്ഡ് ഫോം ആയിരിക്കും ഓപ്ഷനിൽ. സോ നമുക്ക് എക്സ്ട്രാക്റ്റിൽ നിന്ന് നമ്മളെടുത്ത ആൻസറിൻ്റെ സെയിം മീനിങ് വരുന്ന ഓപ്ഷൻ അടയാളപ്പെടുത്തിയാൽ മതി. ഇനി നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേഗം ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. കോൺടാക്ട് സെൻറ്റൻസ് പറയുന്നത് നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോയിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് ഗാസ്ട്രോസ്കോപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ്. ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് ചോദിക്കുന്നത് ഈ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നാണ്. അതായത് എന്തിനു വേണ്ടിയാണ് ഡോക്ടർ പേഷ്യൻറ്റിനോട് ഗാസ്ട്രോസ്കോപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് A മുതൽ C വരെയുള്ള ഓപ്ഷൻ വേഗം ഒന്ന് സ്കിം ചെയ്യാം. ഓപ്ഷൻ A പറയുന്നത് പ്രൊസീജിയറിന് മുമ്പ് പേഷ്യൻറ്റിനെ കൊണ്ട് കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നാണ്. ഓപ്ഷൻ B പറയുന്നത് സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ള പേഷ്യൻറ്റിൻ്റെ ഫിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊസീജിയറിന് മുമ്പ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഓപ്ഷൻ C പറയുന്നത് കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുന്നതിന് മുമ്പ് പോസിബിൾ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഡോക്ടർ സംസാരിക്കുന്നത് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഓപ്ഷനിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്ത് ആ കീവേഡ് ഓഡിയോയിൽ കേൾക്കാൻ നിൽക്കരുത്. കാരണം ഈ 3 ഓപ്ഷൻസിലെയും കീവേഡ് ഓഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ അത് വെച്ച് പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഒരിക്കലും ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യത്തിൽ ഫോക്കസ് ചെയ്യുക. എന്തിനാണ് ഡോക്ടർ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് മനസ്സിൽ 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഫോക്കസ് ഓഡിയോയിൽ തന്നെ കൊടുത്ത് അതിൻ്റെ ഉത്തരം ഓഡിയോയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അങ്ങനെ എടുക്കുന്ന ഉത്തരം നമ്മൾ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരാതെ, അതായത് കീവേഡ് എന്ന ട്രാപ്പിൽ പെടാതെ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇനി ഓഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് ഒരു ആൻസർ ഓപ്ഷനിലോട്ട് എത്തുക. അതിനുശേഷം നമുക്കിത് വിശദമായി അനലൈസ് ചെയ്യാം. Now, I just have to go through some possible side effects of the gastroscopy, if that's okay with you. Yes, fine. First of all, I can assure you that in most cases the procedure is problem-free, but I have to point out to you some side effects so that you are aware of them before you sign the consent form. Is that okay? Yes, fine. Right. Well, some people can have a mild sore throat for a day or two after the procedure. And if you have been given something to make you drowsy, you may feel a bit tired afterwards as well. And some people can get a chest infection or pneumonia. But remember, this does not mean that you will necessarily get these as well. Okay, I hope not. And on the odd occasion, the endoscope can cause some bleeding or infection in the gut, and can also puncture the gullet or stomach, but this happens very rarely. I see. Is there anything that you would like to ask me or go over again, or are you okay with all this? എല്ലാവരും ഓഡിയോ ശ്രദ്ധയോടെ കേട്ട് ഒരു ആൻസർ ഓപ്ഷനിലോട്ട് റീച്ച് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ C ആണ്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഓപ്ഷൻ B ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം സൈഡ് എഫക്ട്സ് എന്ന കീവേഡ് ഓഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ ഓഡിയോയുടെ ഉത്തരം എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓഡിയോയുടെ ആദ്യത്തെ പാർട്ട് ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കാം. Now, I just have to go through some possible side effects of the gastroscopy, if that's okay with you. Yes, fine. First of all, I can assure you that in most cases the procedure is problem-free, but I have to point out to you some side effects so that you are aware of them before you sign the consent form. Is that okay?
Yes, fine. Right. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്ടർ പറയുന്നത് പേഷ്യൻറ്റിന് ഓക്കെ ആണെങ്കിൽ പോസിബിൾ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ പേഷ്യൻറ്റ് പറയും ഓക്കെ ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. പേഷ്യൻറ്റ് ഓക്കെ ആണെന്ന് പറയാൻ നേരത്ത് ഡോക്ടർ അങ്ങോട്ട് അഷുറൻസ് കൊടുക്കുകയാണ് ഈ ഒരു പ്രൊസീജിയർ ജനറലി പ്രോബ്ലം ഫ്രീ ആണ് എന്ന്. ഇവിടെ പേഷ്യൻറ്റ് യാതൊരു രീതിയിലും ഫിയർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, സൈഡ് എഫക്ട്സിനെ കുറിച്ച് പേടിയുണ്ട് എന്ന് പേഷ്യൻറ്റ് പറയുന്നില്ല. അതിനുശേഷം പറയുന്നത് കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുന്നതിന് മുമ്പ് പോസിബിൾ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പോയിന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട് എന്നാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് പേർപ്പസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു സൈഡ് എഫക്ട്സിനെ കുറിച്ച് പേഷ്യൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം. I hope the answer is clear for you. I hope this video was helpful for you. So next time when you attempt OET Part B question, try to apply this strategy.